പ്രിവിയത് ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയാലോ? ഞങ്ങൾ താമസിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടഷ്കെൻഡിലാണ്. അത് വൺ ഓഫ് ദി ലാർജസ്റ്റ് സിറ്റി കൂടാണ്. അവിടെ യൂനുസാബാദ് എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. പോകുന്ന വഴിക്ക് ഈ കാണുന്നതൊക്കെ IELTS ഒക്കെ പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ്. ഇവിടെ ഒത്തിരി IELTS പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കോർ ഉള്ളവർക്ക് ഇവിടെ ജോലിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ കണ്ടത് ലോർ എന്ന് പറയും. അത് വായിക്കുന്നത് ലോർ എന്നാണ്. അതായത് ഇവിടുത്തെ ഒരു ENT ക്ലിനിക്കാണത്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം രണ്ട് സൈഡിലും കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. ഇതൊരു 100 years മുന്നേ ഇവിടെ എർത്ത്ക്വേക്ക് വന്നപ്പം ഇതെല്ലാം പോയതാണ്. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഇവരിതെല്ലാം തിരിച്ച് ബിൽഡ് ചെയ്ത് ഈ ഒരു ലെവലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പാറ്റ്സിനെയൊക്കെ ഇവർ വെൽക്കം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 years ഒക്കെ ആയിട്ടേ ഉള്ളൂ. പോകുന്ന വഴിക്കൊരു പയ്യനെ കിട്ടി, അവനെ കളിപ്പിച്ചുകൊണ്ട് നടന്നു. അവനും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടുത്തെ ബസ്സും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ പക്ഷേ ബസ്സും മെട്രോയും ഞങ്ങൾ പോയിട്ടില്ല. കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടെ സമയമുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്ന റെഡ് ബോർഡ് കണ്ടോ, അത് വായിക്കുന്നത് കർസിംഗ എന്നാണ്. കർസിംഗ എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് എന്നർത്ഥം. ഇവിടെ ഒത്തിരി കർസിംഗകളുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള കർസിംഗയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്ത്യൻ സാധനങ്ങളും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതൊക്കെ മേടിക്കാൻ ഒന്നെങ്കിലും ഇന്ത്യൻ സ്റ്റോറിൽ പോകണം. റൈസൊക്കെ മേടിക്കാൻ എക്കോ ബസാറിലും കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പോകുന്നത്. ആ ബസാറിൻ്റെ വീഡിയോ ഒക്കെ പോകെയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കയറി ചെല്ലുന്നിടത്ത് കോസ്മെറ്റിക് സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒത്തിരി ബാഗ് വെക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഒരു സൈഡ് ബാഗ് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറയാം. ഞങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും വേണം. അതുകൊണ്ട് ഞങ്ങൾ ഈ സെക്ഷനിലോട്ട് പോയില്ല. ഇവിടെ ആകപ്പാടെ കിട്ടുന്ന ഒരു പഴയ ഇന്നത്തെ പഴമാണ്. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഇവിടെ ക്ലീനിങ് ഡേ ആണ് ഞങ്ങളുടെ വീട്ടിലെ. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നോർമലി നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. കാരണം ഇവിടുത്തെ എല്ലാ ഐറ്റത്തിലും റഷ്യൻ നെയിംസ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ട്യൂണ പോലെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊന്നും ഞങ്ങൾ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഇവിടെ കാണാം, എന്താണ്, ചിക്കൻ ഇരിക്കുന്നുണ്ട്, സാലഡ്സ് ഇരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മേടിക്കാറില്ല. പക്ഷേ ജസ്റ്റ് കണ്ടു കേട്ട് പോകാറുണ്ട്. റേറ്റൊക്കെ കണ്ടോ നിങ്ങൾ? 39,000, 1,00,000, 1 lakh എന്നൊക്കെ. അപ്പോൾ കേർഡ് വേണമായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മളൊരു ചെറിയ കേർഡ് എടുത്തു. ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുഞ്ഞൊരു കേർഡ് മതിയായിരുന്നു. ഈ കാണുന്നതൊക്കെ കുറേ കൈൻഡ് ഓഫ് ചീസും കാര്യങ്ങളും. ഫിഷ് വേണമായിരുന്നു, പക്ഷേ നമുക്ക് ഫിഷ് മേടിക്കാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട്. സാൽമൺ പോലത്തെ ഫിഷസും ഈ അക്വേറിയത്തിനകത്ത് കാണുന്ന ഫിഷസും ഒക്കെ കിട്ടാറുള്ളൂ. ഒത്തിരി കൈൻഡ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് മേടിച്ചില്ല. കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ റേറ്റ് നിങ്ങൾ നോക്കിക്കേ, 1,75,000 എന്നൊക്കെയാണ്. അപ്പോൾ 1,75,000 സോം എന്നാണ്. കുപ്പിക്കൊക്കെ ഇരിക്കുന്നുണ്ട് 15,000 സോം. നിങ്ങൾ വേണമെങ്കിൽ കൺവേർട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് നോക്കിക്കോ. സോം ടു INR rupees. ഇരിക്കുന്ന ബോട്ടിൽസൊക്കെ കുറേ കൈൻഡ് ഓഫ് ജ്യൂസസൊക്കെയാണ്. ഈ ഫ്രണ്ടിരിക്കുന്ന മേടിയിരിക്കുന്ന റെഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കാര്യങ്ങൾക്കൊക്കെ. വേറെ നമ്മൾ കോക്കും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. നമ്മളവിടെ നിന്ന് ഇനിയും ഇറങ്ങാൻ പോയപ്പോഴത്തേനും ഒരു റമദാൻ ബോക്സ് ഇരിക്കുന്നുണ്ട്. എനിക്ക് നമ്മുടെ കിറ്റ് പോലെ എന്തോ സംഭവമാണിത്. അരി, പഞ്ചസാര, എണ്ണ, വെള്ളം, പാസ്ത, അങ്ങനെ കുറേ ഏതാണ്ടൊക്കെ ഉണ്ട് ഈ ബോക്സിന്. ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഐറ്റങ്ങളായിരിക്കും. റമദാൻ മാസമാണല്ലോ, അപ്പോൾ അവിടെ ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളും ഡേറ്റ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്, ഷോപ്പീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 3 lakhs എന്തോ ആയി ബില്ല്. അപ്പോൾ വെളിയിലൊരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ടോയ്സൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് കണ്ട്, ഒരു ഗ്രീൻ ഗ്ലാസ് ഇട്ടത്, അതിനകത്താണ് ഇവിടുത്തെ കല്യാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത്യാവശ്യം നല്ല രസമാണ് കാണാനൊക്കെ. രണ്ടൊരു അമ്മച്ചി വരുന്നുണ്ട്. നല്ല രസം അവരെ കാണുമ്പോഴൊക്കെ. അവർ ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു വണ്ടറാണ്, നമുക്കും അവരെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. നമ്മളിവിടെ വന്ന് ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ആൾക്കാർ. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെയാണ്. ഇടപെടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡിസ്ക്രിമിനേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അധികം ഇന്ത്യൻസൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ താമസിക്കുന്നിടത്തും ഇല്ല. ഒത്തിരി സ്റ്റുഡൻസ് MBBS ഒക്കെ പഠിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. അല്ലാണ്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഒത്തിരി പേരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്.
ഇത് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ആണ്, അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഒന്ന് നടക്കാനും അവർക്ക് കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ താഴോട്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിക്കാം. ഇപ്പം ഞാനങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഒരു ചെറുക്കൻ എന്നെ ഇപ്പോൾ ഇടിച്ച് ഇടാൻ വരും. അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. വിൻ്റർ ആയതുകൊണ്ട് നോർമലി ഇവിടുത്തെ പിള്ളേരെല്ലാം അകത്തായിരിക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് കുഴപ്പമില്ലാത്തതുകൊണ്ട് അവർ താഴോട്ട് കളിക്കാനായിട്ടൊക്കെ വന്നതാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.